ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ ടി ബി, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് സ്ലൈറ്റ്ലി വീക്ക് ഓപ്പണിംഗ് ആണ്. ഏഷ്യൻ മാർക്കറ്റ് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ വീക്ക് സെൻറ്റിമെൻ്റ് ആണ് ഏഷ്യയിലുള്ളത്. അമേരിക്കൻ മാർക്കറ്റുകൾ നോക്കുകയാണെങ്കിൽ ഇന്നലെ S&P 500 വീണ്ടും പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്താണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഡൗ ജോൺസ് ബെറ്റർ ആയിരുന്നു, നാസ്ഡാക്ക് ബെറ്റർ ആയിരുന്നു. അതേസമയം സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് താഴെയായിരുന്നു. US ഫെഡിൻ്റെ മിനിറ്റ്സ് സൂചിപ്പിക്കുന്നത് US ഫെഡ് അടുത്തൊന്നും തന്നെ ഇൻട്രസ്റ്റ് റേറ്റ് ഫർദർ റെഡ്യൂസ് ചെയ്യാൻ സാധ്യതയില്ല എന്നുള്ള റിപ്പോർട്ടുകളാണ്. അതിൻ്റെ ഒരു ചെറിയ ഇമ്പാക്റ്റ് സ്മോൾ ക്യാപ്പ് ഇൻഡെക്സിലൊക്കെ അമേരിക്കയിൽ കാണാനുണ്ട്. അതോടൊപ്പം തന്നെ ടെക്നോളജി ഷെയറുകളിലൊക്കെ അറ്റ് എവരി റൈസർ ഒരു സെൽ ഓഫും അമേരിക്കയിൽ കാണാനുണ്ട്. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് ഒരു വൊളാറ്റിലിറ്റി നമുക്ക് അമേരിക്കൻ മാർക്കറ്റുകളിൽ അടുത്ത ദിവസങ്ങളിലൊക്കെ എക്സ്പെക്റ്റ് ചെയ്യാൻ സാധിക്കും. ഇന്നലെ യൂറോപ്യൻ മാർക്കറ്റുകൾ വീക്കായിരുന്നു. ഏഷ്യൻ മാർക്കറ്റ് സെൻറ്റിമെൻറ്റ് നോക്കുകയാണെങ്കിൽ നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇന്നലെ നല്ല വൊളാറ്റിലിറ്റി ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ചൈനീസ് മാർക്കറ്റുകൾ ബെറ്റർ ആയിരുന്നു. ജാപ്പനീസ് മാർക്കറ്റുകൾ സ്ലൈറ്റ്ലി ഇന്നലെ വീക്കായിരുന്നു. ഇന്ന് എല്ലാ ഏഷ്യൻ മാർക്കറ്റുകളും വീക്കായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ഗോൾഡ് നോക്കുകയാണെങ്കിൽ ഇന്നലെ വീണ്ടും പുതിയ റെക്കോർഡ് ഹൈ കിട്ടിയിരുന്നു. സ്പോട്ട് ഗോൾഡ് 2946.85 പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരുന്നു. ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത് $2944 പെർ ഔൺസ് ആണ്. അതോടൊപ്പം തന്നെ ഗോൾഡ് ഇന്ന് വീണ്ടും മുന്നേറാണ്. ഒരു പക്ഷേ ഇന്നോ നാളെയായിട്ട് പുതിയ റെക്കോർഡ് ഹൈറ്റ് ചെയ്യാനുള്ള സാധ്യതകളാണ് കാണുന്നത്. വേൾഡ് ഗോൾഡ് കൗൺസിലിൻ്റെ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ചൈനയിലും റഷ്യയിലും വലിയ രീതിയിലുള്ള ഗോൾഡ് ഡിമാൻഡാണ് കൺസ്യൂമേഴ്സിൻ്റെ അണ്ടറിലുള്ളതെന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇത് പോസിറ്റീവ് ന്യൂസ് തന്നെയാണ് ഗോൾഡിനെ സംബന്ധിച്ച്. അതോടൊപ്പം തന്നെ മറ്റ് കമ്മോഡിറ്റികൾ നോക്കുകയാണെങ്കിൽ സിൽവർ ബെറ്ററാണ്, കോപ്പർ സ്ലൈറ്റ്ലി ബെറ്ററാണ്, അതുപോലെ തന്നെ അലുമിനിയം സിങ്കൊക്കെ സ്ലൈറ്റ്ലി ബെറ്ററായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ഇനി നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നല്ല വൊളാറ്റിലിറ്റി ഇന്ന് എക്സ്പെക്റ്റ് ചെയ്യാം. NSE വീക്ക്ലി കോൺട്രാക്റ്റ് എക്സ്പയറി ആണിന്ന്. ഇന്നലെ നല്ല രീതിയിലുള്ളൊരു ബയ്യിങ് ഒക്കെ ഒരു സമയത്ത് മാർക്കറ്റിലുണ്ടായിരുന്നു. അതിനുശേഷം വീണ്ടും ഗ്ലോബൽ മാർക്കറ്റുകൾക്ക് അനുസരിച്ചിട്ടുള്ളൊരു വൊളാറ്റിലിറ്റിയാണ് കണ്ടത്. തീർച്ചയായിട്ടും അത്തരത്തിലുള്ളൊരു സെൻറ്റിമെൻറ്റ് തന്നെയാണ് ഇന്നും എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അറ്റ് എവരി ഫാളിൽ ലോങ് ടൈം പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഡിപ്പ് ബയ്യിങ് നടക്കുന്നുണ്ടെന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. തീർച്ചയായിട്ടും ഇന്ത്യൻ മാർക്കറ്റിൻ്റെ വാല്യുവേഷൻ നോക്കുകയാണെങ്കിൽ 5 ഇയർ ആവറേജിനടുത്താണ്. അതുകൊണ്ട് തന്നെ ഫർദർ കാര്യമായിട്ട് രീതിയിലുള്ള സെല്ലിംഗ് പ്രഷർ ഡൊമസ്റ്റിക് ഫാക്ടേഴ്സ് വെച്ച് കാണാൻ സാധ്യതയില്ല. അതോടൊപ്പം തന്നെ RBIയുടെ റിപ്പോർട്ട് വരുന്നുണ്ട്. സെക്കൻഡ് ഹാഫ് അതുപോലെ തന്നെ Q4 ഒക്കെ ബെറ്റർ എക്കണോമിക് ഗ്രോത്ത് ആണെന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. തീർച്ചയായിട്ടും ഇത് മാർക്കറ്റിനെ സംബന്ധിച്ചൊരു പോസിറ്റീവ് ന്യൂസാണ്. എന്നിരുന്നാലും ഗ്ലോബൽ വൊളാറ്റിലിറ്റി മാർക്കറ്റിനെ ബാധിച്ചേക്കാം. അതോടൊപ്പം തന്നെ നമ്മൾ മറ്റു ന്യൂസ് ഫ്ലോസൊക്കെ നോക്കുകയാണെങ്കിൽ കനീജ് ബിദേഷ് നിഗം ലിമിറ്റഡ്, നാൽക്കോ ഹിന്ദുസ്ഥാൻ കോപ്പർ, അതുപോലെ തന്നെ MECL ലിമിറ്റഡ് ജോയിൻറ്റ് വെഞ്ചർ ആണ്. അർജൻറ്റീനയായിട്ട് MOU സൈൻ ചെയ്തിട്ടുണ്ട്. ലിഥിയം അയോൺ മൈനിങ്ങിന് വേണ്ടിയാണ്. മുമ്പും ഇത്തരത്തിലുള്ള MOU ഒക്കെ സൈൻ ചെയ്തിട്ടുണ്ട്. ലോവർ ലെവലിൽ നാൽക്കോ അതുപോലെ തന്നെ ഹിന്ദുസ്ഥാൻ കോപ്പർ ഈ ലിസ്റ്റഡ് കമ്പനികളെ സംബന്ധിച്ച് പോസിറ്റീവ് ന്യൂസാണ്. അതുപോലെ തന്നെ ദാനി സർവീസസ് ലിമിറ്റഡ് 195 അപ്പാർട്ട്മെൻറ്റുകൾ ഇന്ത്യ ബുൾസ് എസ്റ്റേറ്റ് ആൻഡ് ക്ലബ് എന്ന് പറയുന്ന ആ പ്രൊജക്റ്റിൽ വിറ്റിട്ടുണ്ട്. 1000 കോടി രൂപയ്ക്കുള്ള അപ്പാർട്ട്മെൻറ്റുകളാണ്. 30 ദിവസം കൊണ്ടാണ് ഇത് വിറ്റിരിക്കുന്നത്. 24 ഏക്കറിൽ വലിയ രീതിയിലുള്ള ഡെവലപ്മെൻ്റാണ് വരുന്നത്. ദ്വാരക എക്സ്പ്രസ് ഹൈവേ ഗുരുഗ്രാമിലാണ്. തീർച്ചയായിട്ടും ദാനി സർവീസസ് ഒരു മെർജർ പ്രോസസ്സിലേക്ക് പോകുന്ന കമ്പനിയാണ്. യാരി ഡിജിറ്റൽ, ഇന്ത്യ ബുൾ എൻ്റർപ്രൈസസ് ഒക്കെ ആയിട്ട് മെർജ് ചെയ്ത് വരികയാണ്. അതോടൊപ്പം തന്നെ മെർജറിന് ശേഷം ഇതിൻ്റെ പേര് ഇന്ത്യ ബുൾ ലിമിറ്റഡ് എന്നായി മാറാനും പോവുകയാണ്. അവാൻഡൽ ലിമിറ്റഡ് 43.25 കോടി രൂപ ഓർഡർ ബാക്ക് ചെയ്തിട്ടുണ്ട്. BSE ഗോൾഡ്മാൻ സാക്സ് BSE ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് വാങ്ങുകയാണ്. BSEനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. അതോടൊപ്പം തന്നെ വാരി എനർജി 362.5 മെഗാവാട്ട് ഓർഡർ ബാക്ക് ചെയ്തിട്ടുണ്ട്. ടുബാക്കോ കമ്പനികളെ സംബന്ധിച്ചൊരു ബാഡ് ന്യൂസാണ്. വലിയ രീതിയിലുള്ള ടുബാക്കോ ടാക്സ് വരുന്നുള്ള റിപ്പോർട്ടുകളൊക്കെ ഉണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഗോഡ്ഫ്രെ ഫിലിപ്സ് ITC സ്റ്റോക്കുകളെ നെഗറ്റീവായിട്ട് ഇമ്പാക്റ്റ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. പൊതുവേ ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു വൊളാറ്റൈൽ ഡേ തന്നെയാണ്. എന്നിരുന്നാലും മറ്റെവരി ഫാളിൽ ലോങ് ടൈം പോയിൻ്റ് ഓഫ് വ്യൂവിൽ 3-4 ഘട്ടമായിട്ട് ഇന്ത്യൻ സ്റ്റോക്കുകൾ ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ വാങ്ങുന്നതായിരിക്കും നല്ലത്. കാരണം നമ്മുടെ എക്കണോമി കൺസംഷൻ ഡ്രിവൺ എക്കണോമിയാണ്. തീർച്ചയായിട്ടും വാല്യുവേഷൻ്റെ ഒരു കൺസേണൊക്കെ മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് സെക്ടറിലൊക്കെ ഉണ്ട്. എന്നിരുന്നാലും ഈ സെക്ടറിൽ നിന്നും നല്ല സ്റ്റോക്കുകൾ ലോങ് ടൈം പോയിൻ്റ് ഓഫ് വ്യൂ അറ്റ് എവരി ഫാളിൽ വാങ്ങുന്നതായിരിക്കും. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻട്രിയോടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.